ഹലോ റീഷാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ടും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് ടോയ്സ്, കുറച്ച് ക്രാഫ്റ്റുകൾ, അതുപോലെ ചെറിയ ചെറിയ ആർട്ട് വർക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് ഒരു പാരറ്റിനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ടൊരു സ്ക്വയർ ഷീറ്റാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്വയർ ഷീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന മടക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഓൾറെഡി കയ്യിലുള്ളത് സ്ക്വയർ ഷീറ്റ് ആണെങ്കിൽ ഇതിൻ്റെ കോർണേഴ്സ് ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തിട്ട് നമുക്ക് ആ ഒരു ലൈനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടെടുക്കുക, ഒരു മടക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു സ്ക്വയർ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു ഭാഗമല്ലേ, ഇതാ ഇവിടെ വരുന്ന ആ ഒരു സ്ക്വയർ ഭാഗം, അതിൻ്റെ ഇതാ ഈ ഒരു മൂല ഇതുപോലെ ഒന്നാക്കിയിട്ട് ഒന്ന് ഉള്ളിക്കാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനൊരു സ്ക്വയർ കിട്ടും. ഇനി അതിനെ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗമല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒന്നാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ സെറ്റായിട്ട് കിട്ടും. ഇതാ ഇങ്ങനെ കിട്ടിയില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു ഭാഗമുണ്ട്. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗത്ത് വേണം ഈ ഒരു മടക്ക് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതുപോലെ ഈ ഒരു സൈഡും കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ തിരിച്ച് വെച്ചിട്ട് സെയിം അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കൂടെ മടക്കി കൊടുക്കാം. ഇനി ഇതാ ഇവിടെ വരുന്ന ഈ ഒരു ഭാഗമല്ലേ, അതൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കിതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കത്രിക വെച്ചിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ. ഇനി നമ്മൾ ഈ ഒരു മടക്കില്ലേ, അത് നിവർത്തിയതിൻ്റെ ശേഷം ഇതാ ഇങ്ങനെ അതിനൊന്ന് മേലക്കാക്കിയിട്ട് ആ ഒരു മടക്ക് വരുന്നത് ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ ഈ ഒരു സൈഡും ഇങ്ങനെ പൊന്തിച്ചിട്ട് ആ ഒരു മടക്ക് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അതേപോലെ വെച്ച് കൊടുക്കാം. എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രയാസം പോലെ തോന്നും, പക്ഷേ സെറ്റാണ് സംഭവം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗമല്ലേ, ഇതാ ഈ ഒരു ഭാഗം, അതിനെ ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് മടക്കി കൊടുക്കുക. ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അതിനെ നിവർത്തിയിട്ടേ ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇതാ ഈ ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗം വരുന്ന ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതാ ഈ ഒരു മടക്ക് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയുള്ള മടക്കുകൾക്ക് ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതാ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നിവർത്താം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം. രണ്ട് സൈഡും അതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇതിനെ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ സെറ്റ്. ഇതേപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗവും നമുക്ക് മടക്കിയെടുക്കണം കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞതാ. ഇതാ ഇതുപോലൊന്ന് മടക്കുക, അതിന് നിവർത്തി കൊടുക്കുക. ഇനി ഇതാ ഈ ഒരു ഭാഗം ഇതുപോലൊന്നാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗം ഇങ്ങോട്ട്, ഇനി ഈ സൈഡ് ഇങ്ങോട്ട്, ഇനി അതിനെ നിവർത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി ഇതിനെ മടക്കി കൊടുക്കുക കേട്ടോ. എന്താ അതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ മറിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഉള്ളിൽ കാണുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ മറ്റേ സൈഡും അതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ച് പിടിച്ചിട്ട് ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അതായത് ഇതിന് സെയിം ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡും നിവർത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് അതിന് സെയിം ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗമല്ലേ, അത് ഇതുപോലൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഇതാ ഇങ്ങനെ വരും. ഇതുപോലൊന്ന് മടക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് പിടിച്ചിട്ട് ഈ ഒരു ഭാഗം ആ ഒരു മടക്കിനോട് സെയിം ആക്കിയിട്ട്, ഈ ഒരു ലൈനിന് സെയിം ആക്കിയിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ വരും. ഇനി അതിനെ നിവർത്തിയിട്ട് ഈ ഒരു മടക്ക് ഇങ്ങനെ നേരത്തെ ആ ലൈനിന് തന്നെ സമാക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കുക. ആ ഒരു കാലിൻ്റെ സൈഡിലേക്കൊന്ന് അതുപോലെ ഒന്ന് മടക്കിയിട്ട് നിവർത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗമില്ലേ, അത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിറക് റെഡിയായി. ഇങ്ങനെയാണ് കാലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ചിറക് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി അപ്പുറത്തും ഇതേപോലെ ആ ഒരു മടക്കിന് സെയിം ആക്കിയിട്ട് മടക്കി കൊടുക്കുക, നിവർത്തി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ആ ഒരു ലൈനിന് സെയിം ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിവർത്തുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. ഇനി ഈ ഒരു ഭാഗം വരണില്ലേ, ആ ഒരു ഭാഗം അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ചെറുതാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡും സെയിം ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കുക. ഇനി അതിൻ്റെ അടിഭാഗം ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ചിറകിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി തലയുടെ ഭാഗമാണ്. അതിന് നമ്മുടെ ഈ ഒരു കാലിൻ്റെ സെയിം പൊസിഷനിൽ ഇതുപോലെ ആക്കി വെക്കുക. എന്നിട്ട് അവിടെ നിവർത്തി കൊടുക്കുക. എന്നിട്ട്
ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഉൾഭാഗത ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു മടക്കിയ ഭാഗത ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ആ ഒരു കൊക്കിൻ്റെ ആ ഒരു ഭാഗം ഈ ഒരു അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ട് ഇനി ഈ ഒരു വശം ഇതുപോലെ ചെറുതാക്കി ഒന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കാം. അപ്പോൾ നമ്മുടെ തല റെഡിയായി, കൊക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൊക്കിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗമല്ലേ ഒന്ന് വളഞ്ഞിരിക്കണ പോലെ അല്ലേ, അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതിനെ നിവർത്തിയിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് ഒടിച്ചിട്ട് താഴത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ചുണ്ടിൻ്റെ ഭാഗം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കാലിൻ്റെ ഈ ഒരു വശമില്ലേ അതൊന്ന് ഇതുപോലെ ഉള്ളിലേക്കാവുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാരറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു കണ്ണ് വെച്ച് കൊടുക്കണം. അതായത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്താലും സംഭവം സെറ്റാണ്. അപ്പോൾ ഇനി ഈ ഒരു വശം ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ തത്തയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.